ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റ് ചില ആൾക്കാരിൽ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്, ചില വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു ഹാബിറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ചില ആൾക്കാരുണ്ടോ, നിങ്ങളുടെ അറിവിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഐസ് നേരെ ഫ്രിഡ്ജിൽ പോവും, ഫ്രീസർ തുറക്കും, ഐസ് ക്യൂബ്സ് എടുത്ത് വായിലിട്ട് കടിച്ച് കടിച്ച് കഴിക്കുക. ഈ ഒരു ശീലം കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് എന്തുകൊണ്ടാണ്, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എന്താണ് നമ്മൾ വിളിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പിക്ക, ഒരു ഫോം ഓഫ് പിക്ക. നമ്മളിപ്പോ ഒരു ഫുഡായിട്ട് കൺസിഡർ ചെയ്യാത്ത എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഇത് പാഗോഫേജിയ എന്നാണ് ഇതിനെ പറയുന്നത്. ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ ഐസ് കഴിക്കുക എന്നുള്ള ശീലമുള്ള ആൾക്കാരെ. എന്നാൽ ചില ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ വെറുതെ എടുത്ത് കഴിക്കുക എന്നുള്ളത്, കടിക്കുക, ച്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഹാബിറ്റ് ആയിട്ട് കൂട്ടാം. അതിന് ഇവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ഹാബിറ്റ് ആയിട്ട് ചുമ്മാ എടുത്ത് കഴിക്കാൻ രസം എന്നുള്ള രീതിയിൽ കഴിക്കുന്നവരുണ്ടാവും. ചില ആൾക്കാരെന്ന് വെച്ചാൽ കൂളാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കഴിക്കുന്നവരുണ്ടാവും. എന്നാൽ കഴിച്ചേ പറ്റുള്ളൂ, കഴിച്ചാലേ സംതൃപ്തി ഉണ്ടാവുള്ളൂ, ഒരു സുഖമുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ കോമൺ ആയിട്ടുള്ള കോസസ് എന്ന് പറയാന്നുണ്ടെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ്. അപ്പം ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് കഴിക്കുന്ന ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ഡെഫിഷ്യൻസിയാണിത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ടാണ് ഐസ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്രേവിംഗ് ആയിരിക്കും ഐസിനോട്. വെറുതെ എടുത്ത് കഴിക്കുക, അത് കഴിച്ചാലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഈ ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക ആക്ച്വലി. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്ന് പറയും രണ്ടാമത്. അതിലെന്ന് പറയുന്നത് നമുക്കിപ്പോ അയൺ ഡെഫിഷ്യൻസി അനീമിയ തന്നെ ആവണമെന്നില്ല, അയണിന്റെ കുറവ് കൊണ്ട് മാത്രം ആവണമെന്നില്ല. മറ്റേതെങ്കിലും ന്യൂട്രിയൻസിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഫ് ഫോം ഓഫ് പിക്ക അവരിൽ ഡെവലപ്പ് ചെയ്തേക്കാം. അതായത് പിക്ക എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഷോർട്ടാക്കി, അതായത് അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡായിട്ട് കൺസിഡർ ചെയ്യാത്ത എന്തിനെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർ കല്ല് കഴിക്കുക അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ ഡൈജസ്റ്റബിൾ അല്ലാത്തൊരു കഴിക്കുന്ന ഒരു സാധനത്തിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലത്തിനെയാണ് നമ്മൾ പിക്ക എന്ന് പറയാം. അപ്പം ഐസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാഗോഫേജിയാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലാണ്. എന്തെങ്കിലും തരത്തിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ OCD, ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഈ കാറ്റഗറീസിലുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരിൽ ഈ പാഗോഫേജിയ കാണാറുണ്ട്. പിന്നെ വരുന്നത് ഓറൽ സെൻസേഷൻ ആൻഡ് പ്ലഷർ എന്നുള്ള രീതിയിലാണ്. നമ്മൾ വായിലിട്ടിട്ട് ഈ കടിക്കുക, ചൂ ചെയ്യുക എന്നുള്ള ഒരു സമയത്ത് അവർക്ക് ഭയങ്കര സംതൃപ്തി, സമാധാനം, സന്തോഷമൊക്കെ കിട്ടും. അതെന്ന് പറയുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം കിട്ടുന്ന ഒരു വഴി എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമായിരിക്കും ആ ഒരു ടെക്സ്ചർ, വായിലെത്തുമ്പോൾ ആ ഒരു ഫീലിംഗും അതൊക്കെ അവർക്ക് ഇഷ്ടം കൊണ്ടായിരിക്കും അവരിത് ചെയ്യുന്നുണ്ടാവാം. ഇനി ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷന് വേണ്ടിയിട്ട്, ഒരു നനവ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു വെള്ളദാഹം ഇല്ല അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നില്ല പ്രോപ്പറായിട്ട് എന്നുള്ള ആൾക്കാർ ചിലപ്പോൾ ഐസ് എടുത്ത് കഴിക്കും, ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, എന്തുകൊണ്ട്, എന്താ കാരണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്നാൽ കഴിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇതിന് കുറച്ച് റിസ്കുകളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡെന്റൽ പ്രശ്നങ്ങളാണ്, പല്ലുകൾക്ക് പ്രോബ്ലം. നമുക്ക് പല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഓറൽ വായക്കകത്ത് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കടിക്കുന്ന സമയത്ത് പല്ലുകൾ പൊട്ടാനോ അങ്ങനത്തെ ക്രാക്ക് വരാനോ കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ കോൾഡ് സെൻസിറ്റിവിറ്റി ആണ്. നമ്മൾ എപ്പോഴും ഐസ് ക്യൂബ് എടുത്ത് കഴിക്കുക, ചവയ്ക്കുക, പൊട്ടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഐസ് കോൾഡിനോട് വളരെയധികം സെൻസിറ്റിവിറ്റി ബിൽഡാവും. ഇങ്ങനെയുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി വരികയാണ് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസി കാരണമാണോ എന്നുള്ളത് നോക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് ഡോക്ടർ അസസ് ചെയ്യും. ഇനി അണ്ടർലൈങ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കോസസ് ഉണ്ടോ, അത് കാരണമാണോ അത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പം എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ സ്ട്രെസ്സോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങും സൈക്കോളജിക്കൽ ഹെൽപ്പും സീക്ക് ചെയ്യുക. ഇനി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മറികടക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഐസ് ക്യൂബ് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഗമ്മീസ് ഒക്കെ കിട്ടില്ലേ, ഗമ്മീസ് കഴിക്കാം. പകരത്തിന് വേറെ എന്തെങ്കിലും ഒന്ന് ചൂ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള പല കാര്യങ്ങളില്ലേ, അതെടുത്ത് ചൂ ചെയ്യുക. അപ്പൊ ആ ഒരു സെൻസേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്, ക്രേവിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് അടയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.